ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും മാജിക് ആൻഡ് ഫെയറി ഗുരു എന്ന ചാനലിലേക്ക് സ്വാഗതം. അമ്മക്കുരുവിയുടെ വീട്. പണ്ടൊരു കാട്ടിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ഈ പുഴയിലായിരുന്നു ഒരു ആമ താമസിച്ചിരുന്നത്. ആ ആമ പുഴയിലും തീരത്തുമായി കളിച്ചുല്ലസിച്ച് കഴിയുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു കുരുവി കൂടുകൂട്ടുന്നത് കണ്ടത്. ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇലകളും നാരുകളും ഒക്കെ കൊണ്ട് അമ്മക്കുരുവി ദിവസങ്ങളെടുത്ത് തൻ്റെ കൂട് നിർമ്മാണം പൂർത്തിയാക്കി. ആ വീട്ടിൽ താമസവും തുടങ്ങി. അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും തൻ്റെ 3 കുഞ്ഞിക്കുരുവികളും ഒക്കെയായി അവർ ആ വീട്ടിൽ കഴിഞ്ഞു. ആമ അമ്മക്കുരുവിയുമായി പെട്ടെന്നു തന്നെ ചെങ്ങാത്തത്തിലായി. ദിവസവും പുഴക്കരയിൽ അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ അമ്മക്കുരുവിയുടെ വീടിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. കമ്പുകളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ തന്നെ വേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് കാണാൻ ഒരു ഭംഗിയുമില്ല. മാത്രമല്ല, മേൽക്കൂര ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ മഴ പെയ്താൽ നനയുകയും ചെയ്യും. ഇത് കേട്ട അമ്മക്കുരുവി ചിരിച്ചു. എന്നാൽ ആമ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് നിങ്ങളെ പോലെ കൂടുണ്ടാക്കാനൊന്നും അറിയില്ല. എൻ്റെ പുറന്തോട് തന്നെയാണ് എൻ്റെ കൂട്. മഴ പെയ്യുമ്പോൾ ഞാൻ അതിൽ അഭയം തേടും. ഇത് കേട്ടപ്പോൾ അമ്മക്കുരുവി തൻ്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ വീട് കാണാൻ ഭംഗിയില്ലാത്തതാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വീട് പണിയുന്നത് തന്നെ. കൂടാതെ മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും. പക്ഷേ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും താമസിക്കുന്നുണ്ട്. നിന്റെ പുറംതോട് നിനക്ക് വീട് പോലെ അഭയം തരും. പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ. അമ്മക്കുരുവിയുടെ മറുപടി കേട്ട ആമ ഒരു നിമിഷം ചിന്തിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. എന്നോട് ക്ഷമിക്കൂ. ഒരു വീടുണ്ടാക്കുക എന്നതല്ല, ആ വീട് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കാൻ കഴിയുന്നതാകുക എന്നതാണ് പ്രധാനം. അങ്ങനെ ആമയ്ക്ക് വീടിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി കുരുവിയും ആമയും നല്ല സുഹൃത്തുക്കളായി ഒരുപാട് കാലം അവിടെ കഴിഞ്ഞു. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഏകാന്തമായ ഒരു മാളികയേക്കാൾ നല്ലത് എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയുന്ന കുടിലാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു കഥയുമായി വീണ്ടും കാണാം.